ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ കൂടി വിവരങ്ങൾ കൂടി എടുക്കേണ്ടതുണ്ട്. ഞാൻ ഒരു മിനിറ്റുള്ള സർവേയിലേക്ക് മടങ്ങി വരാം. രാജ്കുമാർ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. രാജ്കുമാർ, നഗരത്തിൽ വലിയ പ്രതിഷേധം, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും ആ ഡിവൈഎഫ്ഐയുടെ ചൂട് അറിയിച്ച് തന്നെയാണ് ഇപ്പോൾ പൊതിച്ചോറ് വിതരണം ചെയ്ത് പ്രതിഷേധിച്ചും ഒപ്പം തന്നെ അവരുടെ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് ആ ചൂട് അറിയിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് നല്ല ഒരു നടയടി കൊടുത്തിട്ടുള്ള ഒരു യാത്രയയപ്പാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയുടെ നഗരത്തിന്റെ വിരിമാറിലൂടെയുള്ള ആ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം ഇതിലൂടെ സഞ്ചരിച്ച രാഹുൽ മാങ്കൂട്ടത്തിലുള്ള വ്യക്തമായ മറുപടിയാണെന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിഷേധം പത്തനംതിട്ട ഡിവൈഎഫ്ഐ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട ടൗണിൽ. അതോടൊപ്പം വരും കാലങ്ങളിൽ മുന്നോട്ട് രാഹുലിനെതിരെയുള്ള പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാനാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെയുള്ള പ്രതിഷേധം ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ കാണാൻ പറ്റുന്നതാണ്. രാഹുൽ MLA സ്ഥാനം ഒഴിഞ്ഞു പോകണമെന്നും കൂടിയാണ് ഈ അവസരത്തിൽ പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വളരെ ശക്തമായ പ്രതിഷേധമാണ് പത്തനംതിട്ട ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. പത്തനംതിട്ട ജില്ലയ്ക്ക് തന്നെ അപമാനമായ ഒരു MLA ആയിട്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുന്നു. സ്ത്രീജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തനം. ഇപ്പോൾ തന്നെ ഇത് മൂന്നാമത്തെ പരാതിയാണ്. നിരവധി പരാതികൾ വരാനുണ്ടെന്നാണ് പത്രമാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതിനൊരു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഇവിടെ യൂത്ത് കോൺഗ്രസും വലിയ കള്ളക്കളിയാണ് കളിക്കുന്നത്. ഇദ്ദേഹം ആദ്യ 2 കേസിൽ ഒളിവിൽ പോയപ്പോൾ അവിടെ ആ ഒളിവിൽ ഹൈക്കോടതി ജാമ്യം കൊടുത്തപ്പോൾ കൂട്ടുവന്നത് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരുമാണ്. ഇവരെ പറഞ്ഞിരിക്കുന്നത് സസ്പെൻഡ് ചെയ്തു എന്നാണ്. എവിടെയാണ് സസ്പെൻഡ് ചെയ്തതിൻ്റെ ഒരു ലേഖനമോ പുറത്താക്കിയതിൻ്റെ ഒരു ഇതോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് അതിശക്തമായുള്ള പ്രതിഷേധമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പൊതിച്ചോറ് കൊടുത്താണ് ഞങ്ങൾ ജയിലിലേക്ക് അയച്ചിരിക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം വീണ്ടും ഉണ്ടാകും. നല്ല രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും കേരളം കാണാൻ പോകുന്നത്. മനു, ഡിവൈഎഫ്ഐയുടെ അണമുറിയാത്ത ഒരു പ്രതിഷേധം അത് കേരളം മുഴുവനും ഇതിൽ നമ്മുടെ സമൂഹം കണ്ടതാണ്. ഈ പൊതിച്ചോറിന് വിതരണത്തിൽ പോലും അനാശാസ്യമെന്ന് വിളിച്ച് അധിക്ഷേപിച്ച രാഹുൽ മാങ്കൂട്ടത്തിനുള്ള വ്യക്തമായ മറുപടി, നല്ലൊരു യാത്രയപ്പ് കൂടി ഡിവൈഎഫ്ഐ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നഗരത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം, നേരത്തെ ശക്തമായ പ്രതിഷേധം ആശുപത്രിക്ക് മുന്നിൽ കണ്ടതാണ്. മറുഭാഗത്ത് നമ്മൾ കാണുന്ന മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുൻപിലെ ദൃശ്യങ്ങൾ കൂടിയാണ്. നമുക്കിപ്പോൾ അത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ അങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുകയാണ്.